ഹലോ ഗൈസ്, ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാണ്. എന്താ പറയാ, പാടത്തേക്ക് പോവാട്ടോ. കൊറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പൊക്കൂടെ വെച്ചിട്ട്. അപ്പൊ ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ ഉണ്ട്, കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആളേനെ എടുക്കാൻ സമ്മതിക്കണില്ല. നല്ല ഇടയിൽ കാണിച്ചു തരാട്ടാ. ജനക്ക് ഞങ്ങള് വന്നിട്ടേ പുല്ലേരിയാൻ വന്നിട്ടുണ്ട് ഞങ്ങള്. ഇശമോളെടുത്ത് വെറുതെ പറഞ്ഞതാണ് 2 ദിവസം മുന്നേ പാടത്തേക്ക് കൊണ്ടുപോവാന്ന്. ഇശമോൾ അത് മറന്നിട്ടില്ല, ഒരു സ്വൈരം കൊടുക്കണില്ല കേട്ടോ. പാടത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോ രണ്ടും കൂടി വീട്ടാ. രക്ഷിച്ചു. നമ്മുടെ വീടിന്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന പാടങ്ങളാണ് കേട്ടോ അതൊക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് കാണുമൊന്നുമില്ല, വീടിന്റെ അവിടെ നിന്ന് സ്വല്പം ഇങ്ങോട്ട് നടക്കണം, അപ്പോൾ കാണാവുന്ന പാടങ്ങളാണ് ഇതൊക്കെ. പക്ഷെ വീടിന്റെ അടുത്തേക്കാണെങ്കിലും പാടത്തേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷാട്ടോ. ഇവരെന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കാറില്ലല്ലോ, അപ്പോൾ പാടത്തു കൂടെയും വരമ്പത്തു കൂടെയും ഞാറേതാ പുല്ലേതാന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത്, പിന്നെ അങ്ങനെ ചാലിക്കൂടെ വെള്ളം പോണതും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങളും നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ പോണ ചാലിലൊക്കെ വെള്ളത്തിലൊക്കെ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു പിള്ളേർക്ക്. കുട്ടികളേനെ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒറ്റയ്ക്ക് വിടാനോ ആരുടെയും കൂടെ വിടാനോ ഒക്കെ പേടിയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുണ്ടും കുഴിയും കുളവും ഏതാ പാടേതാണെന്നൊന്നും അറിയൂല. അതേനൊക്കെ പോയി കാലിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാനും കൂടി പോകുന്നതാണ് ഇവരുടെ കൂടെ. അപ്പം ഇതിൽ മീനുണ്ട് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പോയി കുളിക്കാൻ വന്ന കോളെ വന്നതാ. നേരെ അങ്ങനെ നടക്ക്. അങ്ങട് ഒന്നൊന്നര കുളമുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ വഴികളൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ കൂടെ പുല്ലേരിയാൻ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അന്ന് എനിക്ക് ഇങ്ങോട്ടൊക്കെ വരണത് ഭയങ്കര ദേഷ്യമായിരുന്നു. ഓരോ ദിവസം ഓരോ ഭാഗത്തേക്ക് പുല്ല് എവിടെയെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കല്ലേ നമ്മൾ പോവുക. കുറേ ദിവസം മറ്റേ സൈഡിൽ കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് അരിയുക. അപ്പം അങ്ങനെയൊക്കെ കുറേ ഈ പാടം മൊത്തം ചുറ്റി കണ്ടിട്ടുള്ള ആളാട്ടോ. പക്ഷേ ഒരുപാട് വർഷമായി, കല്യാണം കഴിഞ്ഞതിന് ശേഷമൊന്നും ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. 10-15 വർഷമായിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട്. അപ്പം കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് മാത്രം. അവിടെ ഒരു കുളം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ആ കുളം കാണാണ്ട് സമാധാനമില്ല. അതൊക്കെ ആകെ മൊന്ത് മൂടി കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ചാടി കിടക്കണമായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി കിടക്കണമെങ്കിൽ കിടക്കാം, പക്ഷെ എനിക്ക് ചാടാനൊരു പേടിയിട്ടാവും. കണ്ടൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും സമാധാനമായി. കുറെ റീൽസ് എടുത്തു, കുറെ ഫോട്ടോസ് എടുത്തു, പാടൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഉമ്മ വിളിച്ചു, ഉമ്മക്ക് എന്തോ വാങ്ങി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഇനി അങ്ങോട്ട് പോവാണ്. ഈ പാടവും കുളവും ഒക്കെ ഒരുപാട് എന്നും രാവിലെ വന്നിട്ട് പുല്ലേരിഞ്ഞിരുന്ന സ്ഥലങ്ങളാട്ടാ. അന്നൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വെറുപ്പായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷം. നടക്ക്. അപ്പം നമുക്ക് ഇവരുടെ അവിടെ വല്ല കുളം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടാ. കുണ്ടും കുളമൊക്കെ ഉണ്ടാവും. കുഞ്ഞാ ചെക്കന് ഭയങ്കര വെപ്രാളം കൂടുതലാ. നടക്ക്. അങ്ങനെ കുറേ നേരം പാടത്തൊക്കെ ഇരുന്ന് കുറേ നേരം അതിനൊക്കെ നടന്ന് കുറേ പാട്ടൊക്കെ വെച്ച് കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുക കേട്ടോ. ഉമ്മ വിളിച്ചു കടയ്ക്ക് പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. ഒരു വീടിൻ്റെ പടിക്ക് കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് തന്നെ കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി ഒരു ഹോട്ടലിലേക്കാണ്. കോർട്ടുവയിലേക്ക് വന്നതാണ്. പക്ഷെ അവിടെ പൊറോട്ട മേടിക്കാനായിട്ട് വന്നതാട്ടോ. ഉമ്മക്ക് കുറേ ദിവസമായി പൊറോട്ട കഴിക്കണം എന്നൊരു പൂതി.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഓണർ തന്നെ നമുക്ക് ചിക്കൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഉമ്മാക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഉമ്മ ചിക്കൻ കറി വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു പൊറോട്ട വാങ്ങിയിട്ട് വായോ എന്നാ പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും പൊറോട്ട മേടിക്കാൻ വിട്ടതാട്ടോ. അപ്പോൾ അവർ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് സബോള മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറിയതാണ്. ഇത്തിരി വലിയ സബോള അല്ലേ? കുഞ്ഞു കുഞ്ഞിതുള്ളോ? വലുത് മതി. കടയിലത്തെ ചേട്ടന് ചെവിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പം ഞാൻ ഉറക്കെ റോട്ടിൽ നിന്നിട്ട് ഓളിട്ടിട്ടാണ് പറയണത്. ആൾക്ക് കേൾക്കാനില്ല, ചെവിക്ക് ചിലപ്പോൾ വല്ല പ്രോബ്ലം ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടൗണ്, വടക്കാഞ്ചേരി ടൗണാണ് ഈ കാണുന്നത്. ആ വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി കേട്ടോ. കോടതിയുടെ മുൻവശമാണ് ഈ കാണുന്നതൊക്കെ. വടക്കാഞ്ചേരി കോടതിയുടെ മുൻവശമാണ് കേട്ടോ. ഇത് ഓട്ടോറിക്ഷപ്പേട്ട, പിന്നെ സിൽക്ക് ഗാർഡൻ, പുതുമ, അങ്ങനെയുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ പച്ചക്കറി കടകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. ഇത്ര നാളായിട്ട് ഞാൻ ഇവിടെ ഒന്നും വന്ന് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സബോളയൊക്കെ മേടിച്ചു. സബോള മേടിച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കേട്ടോ സമയം പിടിക്കും, അവർക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള വേറൊരു ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. ഇങ്ങോട്ട് വേറൊരു ഹോട്ടലിലേക്ക് വന്നു. അവിടുന്ന് പെട്ടെന്ന് തന്നെ സംഭവം കിട്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉമ്മാക്കുള്ളത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഉമ്മ നമുക്കുള്ളത് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഓണർ, അതായത് ജാസ്മിൻക്കും കുറച്ച് 2 എണ്ണം കൂടുതൽ മേടിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ളതും വാങ്ങിച്ചു. അങ്ങനെ 3 വീട്ടിലേക്കുള്ള പൊറോട്ടയും മേടിച്ചിട്ട് ഞാനും കുഞ്ഞും കൂടിയിട്ട് ഇതാ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അങ്ങനെ വരികയാണ്. അങ്ങനെ ആ വീടിൻ്റെ അവിടേക്ക് എത്താറായി. വീട്ടിലേക്ക് ഉമ്മാക്ക് കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് നമ്മൾ താമസിക്കുന്നിടത്തേക്ക് വരിക കേട്ടോ. ഉമ്മാക്ക് കൊടുക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നുപോയി എടുക്കാൻ. അവിടെ ചെന്നപ്പോൾ ആകെ തിക്കുന്നൊരു കടയപ്പോൾ പിന്നെ അതാണ്ട് വിട്ടുപോയിട്ടാ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കണം ചെന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇനി വൈകുന്നേരത്ത് പണികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഉമ്മ പൊറോട്ട മേടിച്ചിട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ പൊറോട്ടയിലേക്ക് പിന്നെ കറി ആദ്യം വെക്കണം. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ടാണ് രാത്രിയാണ് കേട്ടോ ചിക്കൻ കറി വെക്കണത്. അപ്പോൾ ആ കുഞ്ഞുവിൻ്റെ വക വെക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുക്കറൊക്കെ കഴുകി വന്നിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് തക്കാളി സബോളയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് നമ്മളത് അടച്ച് വെക്കും കേട്ടോ. 2 വിസിലടിക്കുമ്പോഴേക്കും 1-2 വിസിലടിക്കുമ്പോഴേക്കും തക്കാളി സബോളയൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. അപ്പോൾ കുഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ വെച്ച് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. പക്ഷെ അത് തുറക്കാനും അടയ്ക്കാനൊന്നും അറിയൂല, ഭയങ്കര പേടിയാണ് കേട്ടോ. പറഞ്ഞേ ഇനി ബാക്കി ഞാൻ ചെയ്യാം. എനിക്ക് അവൻ ചെയ്യുന്ന കാണുമ്പോൾ ദേഷ്യം വരികയാണ്. മെല്ലെ മെല്ലെ ചെയ്യാണ്, വേഗം ചെയ്യാൻ അറിയില്ലല്ലോ. അറിയാത്തവർ ചെയ്യുമ്പോൾ പതുക്കെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ നമുക്കല്ലേ അറിയുള്ളൂ എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കണം, എത്ര കൊണ്ട് ചേർക്കണം എന്നുള്ളതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവനിക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ മെല്ലെ ചെയ്യും, പേടിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ മാറിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ വേഗം കറി വെച്ചു കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ കുറേ നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുക്കറിൽ തന്നെയാണ് കേട്ടോ കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തക്കാളി സബോളയൊക്കെ വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്ത് ഒരു ലേശം തൈര് ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടുപ്പിക്കും കേട്ടോ. ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം തുറന്നിട്ട് ആവി നമ്മൾ കളയും. എന്നിട്ട് തുറന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം പിന്നെയും അടുപ്പത്തിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല കറിയായിട്ട് കിട്ടും. ചിലർ പറയും കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു പോവില്ല കേട്ടോ. ഒരു വിസിലടിച്ചിട്ട് ആ വിസിലിന് നമ്മൾ കളയണം, എയർ കളയണം. എയർ കളഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ കറി തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കുക്കറിൽ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. സൂപ്പർ കറിയായിരിക്കും. ഇനി നമുക്ക് എന്തായാലും കുക്കറിൽ തുള്ളി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചാറ് വേണമല്ലോ, പൊറോട്ടയിലേക്ക് ചാറ് വേണമല്ലോ, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കണ്ടോ ഒരു വിസിലടിച്ച് ഓഫാക്കിയപ്പോൾ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള പൊറോട്ടയൊക്കെ കൊടുക്കാം. പൊറോട്ടയ്ക്ക് ഇവിടെ തന്നെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അച്ചൂട്ടനൊക്കെ കാത്തിരിക്കുകയാണ്. ചില ദിവസം അച്ചൂട്ടൻ കഴിക്കാറില്ല കേട്ടോ. ആദ്യമൊന്നും അച്ചൂട്ടൻ പൊറോട്ട കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ചോറ് മതി എന്നാണ് പറയുക. ഇപ്പോൾ അവന് പൊറോട്ട വേണമെന്നാണ് പറയുന്നത്. അത് കുറേ നാളായാലും നമ്മൾ വാങ്ങിയിട്ടും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊരു കൊതി. അപ്പോൾ അവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ ഉമ്മച്ചി ഉണ്ടാക്കിയ കറി ഉമ്മച്ചി തന്നെ ടേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഉമ്മച്ചി തന്നെ സൂപ്പർ എന്ന് പറയുന്നു.
പൊറോട്ടയുടെ പൊതി അഴിഞ്ഞു വരുന്നത് കണ്ടാ കണ്ടാ മക്കളെ കണ്ടാ. ആ ചിട്ടന് എനിക്കിതൊന്നും മതിയാവില്ല കേട്ടോ. പൊറാട്ട കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടം പൊറോട്ടയാണ് കേട്ടോ. എനിക്കൊക്കെ ഒരു പൊറോട്ട കഴിച്ചാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. കുഞ്ഞു 2 3 ഒക്കെ കഴിക്കും കേട്ടോ. പൊറോട്ട മാത്രമായിട്ട് അവൻ അങ്ങനെ കഴിക്കുള്ളൂ. വേറെ ഒന്നും അവൻ 2 മേലെ കഴിക്കില്ല. പക്ഷെ അവന് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൻ്റെ വാക്കുകളൊക്കെയാണ് നേരത്തെ അവിടെ കേട്ടത്. പിന്നെ കറിയൊക്കെ കൂടി കഴിച്ചിട്ട് അവൻ അടിപൊളിയായിട്ട് 2 കഴിച്ചു. പിന്നെ രാവിലെ ഉച്ചക്കലത്തെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഒരു 8 ആകുമ്പോൾ അതും കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അവർ 3 കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണമാണ് അവരൊപ്പം ഇരിക്കാത്തത്. പിന്നെ എനിക്ക് ഇങ്ങനെ ചൂടോടെ തന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ. എനിക്ക് ചൂടാറിയിട്ട് മതി, അപ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. ഇതിപ്പോൾ ചൂടോടെ കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.